എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റ്. കൂന്തൽ റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 1/2 കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, 7-8 വെളുത്തുള്ളി ചതച്ചത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്ന കൂന്തൽ റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നു വരെ നന്നായി ഇളക്കി കൊടുക്കാം. പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പൊടി ചേർത്ത് തക്കാളി നന്നായി വഴറ്റുക. തക്കാളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇതെല്ലാം ഇളക്കി വെള്ളം ചേർക്കാതെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ കൂന്തലെല്ലാം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.